എൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു സ്റ്റോറേജ് ടെക്നോളജിയാണ്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നൊരു സ്റ്റോറേജ് ടെക്നോളജിയാണ്. പേര് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, HDD എന്ന് പറയും. നിങ്ങളുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഇതാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് 2021-ലും നിങ്ങളുടെ കമ്പ്യൂട്ടർ ജീവിക്കുന്നത് 2000-ലുമാണ്. ഒരു 20 വർഷമെങ്കിലും പുറകിലുള്ള ടെക്നോളജി, അല്ലെങ്കിൽ 20 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ടെക്നോളജിയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഓക്കെ, പുതിയ ടെക്നോളജി എന്താണെന്നും പുതിയ ടെക്നോളജിയിലേക്ക് എങ്ങനെ മാറാമെന്നും ഞാൻ പുറകെ പറയാം. ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഓട്ടോ ലൈഫ് ടെസ്റ്റിംഗ് സെൻറ്റർ. SSD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. രണ്ടും തമ്മിലുള്ള പേര് പോലെ തന്നെ, പേരിനകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ഇതിൽ ഡിസ്ക് ഉണ്ട്, റൊട്ടേറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അത് ഒരു ചെറിയ ഒരു ഇലക്ട്രോണിക് കാർഡ്, നമ്മളുടെ മെമ്മറി മൊഡ്യൂളൊക്കെ പോലെ തന്നെ ഒരു ചെറിയൊരു ചിപ്പ്. ഓക്കെ, ഇതിൽ എൻ്റെ വലത്ത് കയ്യിലിരിക്കുന്നത് പുതിയ ടെക്നോളജി. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഡിസ്ക് ഉണ്ട്, റൊട്ടേറ്റിംഗ് ആണ്. റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റീഡിങ് സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇതിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ. ഇതിൽ ഒരു ഹെഡ് ഉപയോഗിച്ചിട്ട് റൈറ്റ് ചെയ്യുകയും റീഡ് ചെയ്യുകയും ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ഹെഡിന് പൊതുവെ കംപ്ലയിൻറ്റ് വരാറുണ്ട്, പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആയി പോകാറുണ്ട്. ഇതിന് പക്ഷേ മൂവിങ് പാർട്സ് ഇല്ല, കൂടുതൽ നാൾ നിൽക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ഡൗൺ സൈഡ് ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SSDയുടെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വില കൂടുതലാണ്. പക്ഷേ എനിക്കധികം വിലയായിട്ടില്ല. 4500 രൂപയൊക്കെയുള്ള നേരത്തെ ഉണ്ടായിരുന്ന റേറ്റിൽ നിന്ന് എനിക്ക് 2300 രൂപയ്ക്ക് ഇത് വാങ്ങിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു. ഒരു പഴയ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹാർഡ് ഡിസ്ക്കാണിത്. ആ പഴയ ലാപ്ടോപ്പ് ഈ SSDയിലേക്ക് മാറിയപ്പോൾ എത്രമാത്രം സ്പീഡ് കിട്ടുന്നു, അല്ലെങ്കിൽ എത്ര ഡിഫറൻസ് ആണ് ഈ ഹാർഡ് ഡിസ്ക്കും ഈ SSDയും തമ്മിൽ എത്രമാത്രം ഡിഫറൻസ് നമുക്ക് ലാപ്ടോപ്പിൽ ഫീൽ ചെയ്യാൻ പറ്റും, ഒരു പഴയ ലാപ്ടോപ്പിൽ ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ടെസ്റ്റിംഗ്. ക്രൂഷ്യലിൻ്റെ SSD വാങ്ങിക്കാൻ കാരണം ഏറ്റവും ചീപ്പായിട്ട് എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ക്രൂഷ്യലിൻ്റെ SSD വാങ്ങിച്ചത്. കിങ്സ്റ്റൻ്റെ SSD ഉണ്ട്, സാംസങ് SSD ഉണ്ട്, പലതിനും പല വിലയാണ്. ഇത് കണ്ടോ, 240 GB നമുക്ക് ലഭിക്കുന്നുള്ളൂ. 2500 രൂപ നമ്മൾ ചിലവാക്കുമ്പോൾ 240 GB നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതേസമയം ഒരു 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 TB ഹാർഡ് ഡിസ്ക് നമുക്ക് കിട്ടും. അതാണ് വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ലാപ്ടോപ്പ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം? ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. നമ്മളുടെ പഴയ ലാപ്ടോപ്പ് ആണെങ്കിലും പുതിയ ലാപ്ടോപ്പാണ്. പുതിയ ലാപ്ടോപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, M.2 എന്ന് പറയുന്ന സീരീസിൽ വരുന്ന M.2 ടെക്നോളജിയിൽ വരുന്ന SSD ഇറങ്ങുന്നുണ്ട്. ആ SSD നമുക്ക് വെക്കാം. അതായത് മെമ്മറി മൊഡ്യൂൾ പോലെ നമുക്ക് കയറ്റിയിടാവുന്ന സ്ലോട്ടുകളുള്ളതാണ് പുതിയ ലാപ്ടോപ്പുകൾ. പഴയ ലാപ്ടോപ്പുകളിൽ SATA എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, നമുക്ക് ഓൾറെഡി നമ്മൾ ഉപയോഗമുള്ള നമ്മളുടെ ഹാർഡ് ഡിസ്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന്. വീണ്ടും കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാം. ഇതിലിപ്പോൾ 240 GB ഉള്ളൂ. 240 GB കൊണ്ട് നമുക്ക് നമ്മളുടെ ഡേറ്റ മുഴുവൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. നമുക്ക് ഹാർഡ് ഡിസ്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ നമുക്കതൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് ഉപയോഗിക്കാം. അതിന് കേസ് വാങ്ങിക്കാൻ കിട്ടും, ഹാർഡ് ഡിസ്ക് കേസ് കിട്ടും, അതൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഒപ്റ്റിക്കൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ ആ ഒപ്റ്റിക്കൽ ഡ്രൈവ് മാറ്റിയിട്ട് അതിലേക്ക് ഒരു അഡാപ്റ്റർ, കാഡി എന്ന് പറയുന്ന ഒരു അഡാപ്റ്റർ നമുക്കത് ഓൺലൈൻ വാങ്ങിക്കാൻ കഴിയും. ഞാൻ അതിൻ്റെ ലിങ്കും ഇത് വാങ്ങാനുള്ള എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഇടുന്നതാണ്. നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഡ്രൈവ് മാറ്റുക, എന്നിട്ട് തിരിച്ച് ഈ സാധനം ഈ കാഡി അകത്തേക്ക് കയറ്റുക, അത്രേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ലാപ്ടോപ്പ് മുഴുവനായിട്ട് അഴിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ബാക്കിൽ 2 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ഡ്രൈവ് പുറത്തെടുക്കാനും അതിൻ്റെ ആ സ്ഥാനത്ത് നമുക്ക് കാഡി അകത്തേക്ക് കയറ്റാനും പറ്റും. പുതിയ ടൈപ്പ് ഏകദേശം ഒരു 5 വർഷത്തിനുള്ളിലുള്ള ലാപ്ടോപ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, തിൻ ലാപ്ടോപ്സ് ആണെന്നുണ്ടെങ്കിൽ 9.5 ആയിരിക്കും അതിൻ്റെ സൈസ്, ഈ കാഡിയുടെ സൈസ്. ഒരുപാട് പഴയ ലാപ്ടോപ്പുകളാണെന്നുണ്ടെങ്കിൽ 12.7 ആയിരിക്കും അതിൻ്റെ കാഡിയുടെ സൈസ്. നിങ്ങളുടെ കാഡിയുടെ സൈസ് ഏതാണെന്നുള്ള കാര്യം നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതാണ് കാഡി. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊരു നോർമൽ ലാപ്ടോപ്പുകളിൽ ഒപ്റ്റിക്കൽ ഡ്രൈവിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു സാധനമാണ്, ഒരു അഡാപ്റ്ററാണിത്. ഇതാണ് കാഡി എന്ന് പറയുന്നത്. നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാഡി കിട്ടും. ഞാൻ വാങ്ങിച്ച കാഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നോക്കുക,
നേരെ കയറ്റി വെക്കുക. ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ നോർമൽ നമ്മളുടെ ഹാർഡ് ഡിസ്കിൻ്റെ സ്ലോട്ടിൽ നമ്മൾ SSD ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലോട്ടിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കാം. രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കാഡി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം. നമ്മൾ ഒപ്റ്റിക്കൽ ഡ്രൈവ് മാറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഒപ്റ്റിക്കൽ ഡ്രൈവിൻ്റെ ആവശ്യം വളരെ കുറയാനാണ് സാധ്യത. കാരണം ഓൾമോസ്റ്റ് DVD CD-യുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനി ഒപ്റ്റിക്കൽ ഡ്രൈവിൻ്റെ ആവശ്യമുണ്ടാവില്ല. ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് OS ഇൻസ്റ്റാൾ ചെയ്യുക. OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ബൂട്ടപ്പ് ടൈം 1-2 പ്രോഗ്രാംസ് റൺ ചെയ്തിട്ട് എങ്ങനെ സ്പീഡുണ്ട്, ആ സ്പീഡ് തമ്മിലുള്ള സ്പീഡിൻ്റെ വ്യത്യാസം എത്രയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ലാപ്ടോപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു HDD-യുടെ പോർട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ബാക്ക് പാനൽ റിമൂവ് ചെയ്തതിന് ശേഷം HDD റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കയ്യിലിരിക്കുന്ന SSD എടുത്ത് തിരിച്ച് ഈ സാറ്റ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഒരല്പം സ്പീഡിലാണ് ഞാൻ കാണിച്ചു പോകുന്നത്. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനെ കാണിച്ച് നിങ്ങൾക്ക് ചെയ്യിക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി 2 സ്ക്രൂവും കൂടെ അഴിക്കുക. 2 സ്ക്രൂവും കൂടെ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റിക്കൽ ഡ്രൈവ്, അതായത് DVD ഡ്രൈവ് നമുക്ക് പുറത്തെടുക്കാം. പകരം നമ്മൾ വാങ്ങിച്ച കാഡിയിൽ നമ്മളുടെ പഴയ HDD, അതായത് ഹാർഡ് ഡിസ്ക് നമ്മൾ ആ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുക. അഡാപ്റ്ററിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാഡി ഈ ഒപ്റ്റിക്കൽ ഡ്രൈവ് ഇരുന്ന ആ പോർട്ടിലേക്ക് നമുക്ക് തിരിച്ച് എടുത്തു വെക്കാൻ പറ്റും. ശ്രദ്ധിക്കണം, ഈ സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാൻ മറക്കരുത്. ടൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ HDD സേഫായിട്ട് അതിനകത്ത് ഇരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ സ്ക്രൂവും തിരിച്ച് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്ഥിരം ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞാൽ 2-3 സ്ക്രൂ ബാലൻസ് വരാറുണ്ട്. നമ്മൾ കണക്ട് ചെയ്ത കാഡിയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഴി ചകഞ്ഞ് പറിച്ച പോലെ ഇരിക്കും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പഴയ ആ ഒപ്റ്റിക്കൽ ഡ്രൈവിൻ്റെ ആ ഫേസ്, ആ സൈഡിലത്തെ ആ ഒരു ഫ്ലാപ്പ് നമ്മളത് റിമൂവ് ചെയ്ത് ഈ കാഡിയുടെ സൈഡിൽ കണക്ട് ചെയ്യണം. നമുക്കിനി റിയൽ ടൈം ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. ലെഫ്റ്റ് സൈഡിലുള്ള കോളംസിൽ 2ലും SSD ആണ്. റൈറ്റ് സൈഡിലുള്ള 2 കോളംസിലും HDD ആണ്. ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റിലത്തെ കോളത്തിനകത്ത് കാണിക്കുന്നത് SSD ഒരു ഫിലിമോറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതാണ്. റൈറ്റ് സൈഡിൽ HDDയിൽ അതേ സെയിം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു സിസ്റ്റം ബൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ HDDയിൽ ബൂട്ടപ്പ് ആയി കഴിഞ്ഞു. ഓൾറെഡി SSDയിൽ ബൂട്ടപ്പ് ആയി കഴിഞ്ഞു. ഇതുവരെയും HDDയിൽ സിസ്റ്റം ബൂട്ടപ്പ് ആയിട്ടില്ല. ഫിലിമോറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. ഓപ്പൺ ആയി കഴിഞ്ഞു. പക്ഷേ HDDയിൽ ഇതുവരെ ഫിലിമോറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടില്ല. നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ലാപ്ടോപ്പ് എടുക്കുമ്പോൾ തീർച്ചയായും അത് SSD ഇൻബിൽറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വീണ്ടും SSD അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് മാത്രം തിരഞ്ഞെടുക്കും. നോക്കൂ, HDDയിൽ ഇപ്പോഴാണ് സിസ്റ്റം ബൂട്ടപ്പ് ആയത്. ഫിൽമോറ ആപ്ലിക്കേഷൻ ഇതുവരെയും ഓപ്പൺ ആയിട്ടില്ല. എന്തുകൊണ്ടും SSD HDDയേക്കാൾ 10 മടങ്ങ് ഫാസ്റ്റാണ്. നമുക്ക് ഈ ടെസ്റ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്കെല്ലാം പരിചിതമായ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഫോട്ടോഷോപ്പ്. നമുക്കിനി ഫോട്ടോഷോപ്പിൽ ചെക്ക് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിലുള്ളത് SSDയും റൈറ്റ് സൈഡിലുള്ളത് HDDയുമാണ്. ലെഫ്റ്റ് സൈഡിലുള്ള SSD ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു. HDD ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് ഇനിയും ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്ക് കുറച്ച് ഫാസ്റ്റ്, അതായത് ഈക്വൽ ടൈമിൽ ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണിച്ചതാണ്. കാരണം HDDയിൽ സാധനങ്ങൾ ഓപ്പണായി വരാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇതൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. SSDയെ കുറിച്ച് ഏകദേശം ടെക് ലോകത്തിലുള്ള മിക്കവാറുള്ളവർക്കെല്ലാം നല്ല അറിവുള്ള കാര്യമാണ്. പക്ഷെ ഞാനെന്താണ്, സാധാരണക്കാർക്ക് ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോവുകയോ അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹാർഡ് ഡിസ്കും SSDയും ഉള്ള മോഡലുകൾ വരുന്നുണ്ട്. രണ്ടും കൂടി ഉള്ള മോഡലുകൾ വരുന്നുണ്ട്. SSD മാത്രമുള്ള മോഡലുകൾ വരുന്നുണ്ട്. ഹാർഡ് ഡിസ്ക് മാത്രമുള്ള മോഡലുകൾ വരുന്നുണ്ട്. സോ നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പോകുമ്പോൾ വില കുറവാണെങ്കിലും ഹാർഡ് ഡിസ്ക് ഉള്ള മോഡലുകൾ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ ഹാർഡ് ഡിസ്കിന്റെ സ്ഥാനത്ത് SSD ഉള്ള മോഡൽ വാങ്ങിക്കാം. ഇപ്പോൾ അതൊരു 240 GB ആണെങ്കിലും 128 GB ആണെന്നുണ്ടെങ്കിലും SSD ഉള്ള മോഡൽ എടുക്കുക. എന്നിട്ടൊരു ഹാർഡ് ഡിസ്ക് നമുക്ക് എക്സ്ട്രാ നമുക്ക് അതിനകത്ത് ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്ലോട്ട് ഉണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. മിക്കവാറും ഇപ്പോൾ വരുന്ന പുതിയ ലാപ്ടോപ്പ് മോഡലുകളിലെല്ലാം തന്നെ M.2 എന്ന് പറയുന്ന SSD ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഉണ്ടാവും.
അതിൽ നമുക്ക് SSD ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സാറ്റ പോർട്ടും ഉണ്ടാവും. സാറ്റ പോർട്ടിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. പുതിയ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തുകൊണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് SSD ഉള്ള ഒരു ലാപ്ടോപ്പാണ്. SSD ഇല്ലാത്ത ലാപ്ടോപ്പ് എടുക്കാതിരിക്കുകയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത്. നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ ലാപ്ടോപ്പാണ്, അതിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റാം കൂട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. റാം ഇങ്ങനെ ഒരുപാട് കൂട്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, പെർഫോമൻസ് ഒന്നും ഒരുപാട് വർദ്ധിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു SSD വാങ്ങിക്കുക. SSD വാങ്ങിച്ചിട്ട് അത് ഇൻസേർട്ട് ചെയ്യുക. കൂടെ നമുക്ക് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹാർഡ് ഡിസ്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കമന്റിലൂടെയോ മെസ്സഞ്ചറിലൂടെയോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. എന്തായാലും നിങ്ങൾ ഇനി ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ SSD ഉള്ള മോഡൽ മാത്രം വാങ്ങാം. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച്.